ഇപ്പം എല്ലാവർക്കും ഒരു കാര്യമല്ല ചെയ്യണത്. ഇപ്പം നിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ നിയോഗമായിരിക്കത്തില്ല നിൻ്റെ അനിയത്തിൻ്റെ നിയോഗം. അപ്പോൾ എപ്പോഴും നമ്മളെ പർട്ടിക്കുലറായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെ ദൈവം മാനിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണത്. ആ വചനം എത്രയാണെന്ന് നോക്കിയേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 10:51. ഒന്നിന് വായിച്ചേ. അതായത് മർക്കോസ് 10:51. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയണത്. നമുക്ക് എന്തും കർത്താവിനോട് ചോദിക്കാവുന്നത് ഈ വചനം വെച്ചാണ്. കാര്യം നിന്റെ അനിയത്തിയുടെ ആവശ്യമായിരിക്കത്തില്ല ചേച്ചിക്കുള്ളത്, ആ ചേച്ചിയുടെ ആവശ്യമായിരിക്കും അമ്മയ്ക്കുള്ളത്, എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ചോദിക്കണത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം നിൻ്റെ ആഗ്രഹം എന്താണെന്നാ അത് ഭയങ്കര ചോദ്യമാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നിറവേറുമെന്നല്ല എൻ്റെ അർത്ഥം. അതല്ല എൻ്റെ അർത്ഥം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഇപ്പം നമ്മുടെ ഏറ്റവും കാതലായ ആവശ്യമാണല്ലോ നമ്മളെ നിയോഗത്തിലിടുന്നത്. അതിനെ കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നിൻ്റെ ആഗ്രഹം പോലെ ഞാൻ നിന്നെ സഹായിക്കാം. അതെന്തൊരു സംഭവമാണത്. ഉടമ്പടിയുടെ എല്ലാ വിഷയത്തിൻ്റെ പേരും തീരുമാനം ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ വചനത്തിലാണ്. എന്താ കാര്യം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അതുപോലെ സഹായിക്കാമെന്ന്.